ലഹരിയുടെ വേരറക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂറനാട് ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിയുടെ വേരറക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂറനാട് ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, ഇന്ന് തൂഫാൻ കേരളമൊട്ടാകെ ആഞ്ഞടിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി കേരള പോലീസ് ഏറ്റവും സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. 8500 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി, പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിച്ച് നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നമുക്ക് നിലനിർത്തണം. അതിനെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. എല്ലാവരും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളിയാകണം. അതാണ് ഓപ്പറേഷൻ തുഫാൻ. 8500 പേരെ അറസ്റ്റ് ചെയ്തു. 6000 കഴിഞ്ഞ് 7000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. മാത്രമല്ല, ഏതാണ്ട് 80 കോടി രൂപയിലധികം വില വരുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഈ കേരളം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ലഹരിയുടെ അടിമകളായി മാറിയാൽ നാളെ കേരളം എന്താകും? ഈ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന അമ്മമാരാണ്. മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മമാർക്കാണ്. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നാടിന്റെ ആകെ പിന്തുണയുണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. നന്മ മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്കൂളുകളെ, വിദ്യാലയങ്ങളെ, കോളേജുകളെ, ആ പരിസരങ്ങളെല്ലാം തൂത്തരിക്കുകയും രാത്രി ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളെല്ലാം നിരീക്ഷിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം കണ്ടുപിടിച്ച് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. വലിയ ഫലമുണ്ടായി അതിൻ്റെ. കാരണം ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള വകുപ്പ് NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അനുസരിച്ചുള്ള ശിക്ഷയാണ്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. ഒരു സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഒട്ടേറെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നന്മ ചെയർമാൻ AK കടമ്പാട്ട്, മാനേജിംഗ് ട്രസ്റ്റി VP ബീജ എന്നിവർ ചേർന്ന് മന്ത്രിയെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ, കോവിൽമല രാജമന്നൻ, KP ഉസ്താദ് അഹമ്മദ് മൗലവി, അഡ്വക്കേറ്റ് MK സിനുകുമാർ, ഫാദർ ജോർജ് ജോഷുവ, MR രാജേഷ് കുമാർ, ആര്യ B കടമ്പാട്ട്, റോയി അകമുറ്റത്ത്, സൂര്യ വിജയകുമാർ, പ്രൊഫസർ VR സുരേഷ്, മനു ഫിലിപ്പ്, അടൂർ സുനിൽകുമാർ, ഷൈനി എന്നിവർ സംസാരിച്ചു. അറിവരങ്ങിന്റെ ഭാഗമായി ഡോക്ടർ ജോൺസൺ പുലിലൂർ, ഭരണിക്കാവ് രാധാകൃഷ്ണൻ, ഗീതാകുമാരി പെരിങ്ങേരി എന്നിവർ ക്ലാസ് നയിച്ചു. പ്രതിഭകൾ, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, SPC കേഡറ്റുകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്.